കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ സീരിയസ്ലി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, 2 അടിച്ചു, 3 അടിച്ചു, എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, 3 അടിച്ചു. ഞാനോ പറയുന്നത് എന്തിനാ? ഒരു ബിയർ കൂടി ഇല്ല, ഇന്നില്ല, സാധനം തീർന്നു കേട്ടാ, കള് തീർന്നു. കളുകുപ്പി ഇല്ല ഇവിടെ. ഒരു ഗ്ലാസ്സിൽ 3 ഐസ് ക്യൂബ് ചേർത്ത് അയാൾ മദ്യം കുടിച്ചു. ഗ്ലാസ് നിറച്ചൊഴിച്ച് അടിച്ചു അല്ലേ? ഇല്ല കേട്ടോ, ഞാൻ ഇപ്പം മുടി മൊട്ടയടിക്കും. വിവിയേട്ടാ, ഞാൻ നല്ല ഇതുള്ള ആളാണ്, ഞാൻ മുടി മൊട്ടയടിക്കും. സാബുവാ, ഇപ്പം ഞാൻ മുടി മൊട്ടയടിക്കും. ഞാൻ അതിന് കള്ളു കുടിച്ചിട്ട് വലിയ കുഴപ്പമുണ്ടായ? സത്യം പറ. ഇല്ലാട്ട് വിവിയേട്ടാ, സത്യം, എൻ്റെ മക്കളുടെ സത്യം, ഞാൻ 3 അടിച്ചു, ഒരു കുഴപ്പമുണ്ടല്ല. ഞാൻ ഫിറ്റും അല്ലായിരുന്നു. ഇവിടെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം. ചുമ്മാ ആവശ്യമില്ലാണ്ട് പറയുക എന്നെ കുടിച്ച് ഫിറ്റായിരുന്നു. ഒരു കുഴപ്പവുമില്ലായിരുന്നു മുത്തേ, വെറുതെ പറയാനാണ്. ഞാൻ അങ്ങനെ ഫിറ്റാവുന്ന ആളൊന്നുമല്ല. നീ പൊക്കിള് കാണിക്കും. ഞാൻ ഇന്ന് ഇവിടെ കുടിച്ചു, ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ നല്ല നോർമലായിരുന്നു, ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. എനിക്കറിയാം പ്രോബ്ലം ഉണ്ടായില്ല എന്ന്. അതിനോടതിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ നുണ പറയണ എന്തിനാ? ഇന്നലെ അടിക്കാൻ ഒരു മൂഡ് തോന്നി കേട്ടോ, അതുകൊണ്ട് അടിച്ചതാ. ഇന്നലെ സാരി ഉടുത്തപ്പോൾ നല്ല മൂഡ് തോന്നി. ഞാൻ നോക്കി, ഇപ്പന്മാരെന്തായാലും വ്യൂവേഴ്സ് കൂടി, അന്നേരം പൊക്കിള് കാണിക്കാന്നൊക്കെ വിചാരിച്ചു, അടിച്ചതാ. പക്ഷെ പൊക്കിളും കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. കുഴപ്പമില്ലായിരുന്നു, എനിക്കറിയാം അത്. ഓക്കെ. കുറേ മീൻകറി കഴിച്ചു. ഞാൻ ഇന്നലെ മീൻകറി വെച്ചിട്ട് കേട്ടാ, സൂപ്പർ മീൻകറി, അയലയായിരുന്നേ, നല്ല അടിപൊളി കറിയായിരുന്നു. അത് കുറേ കഴിച്ചു കൂടിയിരുന്നു. ഇന്ന് സാരി ഉടുക്കുക. സാരി ഉണ്ട്, ചിലപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കും. ഒരാൾ കനിയണം മോനെ, സാരി ഉടുക്കണമെങ്കിൽ, ബർത്ത്ഡേ ആഘോഷിക്കണമെങ്കിൽ. ഇന്ന് സാരി ഉടുക്കുമോ? ഇല്ല, ഞാൻ ഇനി സാരി ഉടുക്കില്ല. സാരി ഉടുത്തിട്ട് എന്നെ കാണണ്ട. സാരി ഉടുത്താൽ പൊളിയാണ്. ഇല്ല, ഇവിടെ എന്നെ നേരിട്ട് സാരി ഉടുത്ത് കണ്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ, കണ്ടിട്ടുണ്ടോ ചേട്ടാ? ഇല്ലല്ലോ. എസ് സാർ, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഓക്കെ, ഞാൻ ഒരു ദിവസം ഉടുക്കാം. കണ്ടിട്ടില്ലല്ലേ? ഞാൻ സാരി കൊണ്ടുവരാം, ബർത്ത്ഡേക്ക് കാണിക്ക്. എന്നെ വീണ്ടും വിചാരിക്കണം ലീവ്. അപ്പോൾ ലീവ് എടുക്കാൻ ഞാൻ സാരി എടുക്കും നാളെ. ചിറകുകൾ ധരിച്ചാൽ നിങ്ങൾ ഒരു സിംഹത്തെ പോലെ ആയിരിക്കും. വീട് കഴിച്ചാ? ഫുഡ് കഴിച്ചാ? ഏത് കളറാണ് വേണ്ടത്? ഒന്ന് പോടൂ. സൂപ്പർ മൊലയാണ് ആണോ? ആയിക്കോട്ടെ. കുപ്പി തീർന്നേ, എൻ്റെ ഒരു കുപ്പി ഇല്ല. കുപ്പി തീർന്ന് ഇനി എങ്ങനെ മദ്യം കുടിക്കും? ഇനി എങ്ങനെ നമ്മൾ കുടിക്കും? എത്ര റേറ്റ് ബിജിമോൾക്ക്? കുപ്പി വേണോ? വേണ്ട, ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുപ്പി മേടിച്ച് കഴിക്കാറില്ല. ഞാൻ ഒരാളെ കൊണ്ട് 2 പേരുടെ അടുത്ത് മാത്രമേ ഞാൻ കുപ്പി മേടിക്കാറുള്ളൂ. നിങ്ങളുടെ കയ്യിൽ നിന്ന് കുപ്പി മേടിച്ചിട്ട് ബിബിയേട്ട ഒരു കുപ്പി അത് മേടിച്ചു തന്നു, അത് മേടിച്ചു തന്നു. ബി ചേച്ചി നാട്ടിൽ എപ്പോഴാ? തീരുമാനിച്ചിട്ടില്ല. കഴിച്ചാ? ഇപ്പൊ എൻ്റെ പ്രഷറും താന്നു, എല്ലാം ആയിരുന്നു. ബിബിയേട്ടനെ കണ്ടതാണ് എൻ്റെ പ്രഷർ എങ്ങോട്ടോ പറന്നു പോയി. അതൊരു പ്രഷറിൽ, നല്ല ഹൈ പ്രഷറിൽ ഇന്ന് ഞാനാണ്. കഴിച്ചു, നേരത്തെ കഴിച്ചല്ലോ. എന്താ കഴിച്ചേ? ഇന്നലെ ബിയർ കുടിച്ചത് കൊണ്ടാണ് നീ ഇന്ന് സമ്മതിച്ചത്. മൈനും എവിടെ കണ്ടല്ലേ, നല്ല പ്രഷറിലായിരുന്നു വീട്ടിൽ. ഞാന് ഹൈ പ്രഷർ എന്ന് പറഞ്ഞാൽ നല്ല പ്രഷറിൽ ഇരിക്കുമായിരുന്നു.
നിങ്ങളെ വേണ്ടതുള്ള കയറിയ പ്രശ്നം താങ്ങുപോയി. ബ്രാ കാട്ടു. എൻ്റെ അമ്മേ. മേബിൾ ഇവിടെ ഉണ്ട്. ഞാൻ ലൈവ് ഓടാൻ പോയതാ. ഇപ്പൊ മാറിയില്ലേ? പ്രഷർ മാറിയില്ലേ? യൂസറിനെ വിടുന്നിനാ പ്രഷറൊക്കെ പോയി. നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ചോറ് വെച്ചു, മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ മൂരുകറി ഇരിപ്പുണ്ട്. മൂലർ ഇന്ന് 3 ദിവസമായി. പക്ഷെ ഒന്നും അറിയില്ല, മൂലർ നല്ല രസം. ഹിന്ദി മാലും നോ. ബ്രാ കാട്ടു. ഗുഡ്. ബ്രാ കാട്ടു. ഇവർ കുറേ നേരമായിട്ട് ബ്രാ കാണിക്കും. നിങ്ങളുടെ ഭക്ഷണം കഴിക്കുമോ? നിങ്ങൾ ട്രാൻസ്ലേറ്റ് ആണെന്ന് തോന്നുന്നു. നിന്റെ സംസാരം കേട്ടിട്ട് ഒരു ഹിന്ദിക്കാരനാ തോന്നുന്നുണ്ട്. മലയാളത്തിൽ എഴുതി വിടുന്നതെന്ന് തോന്നുന്നുണ്ട്. വിവിയേട്ടാ ഓർമ്മയുണ്ടാ? പിന്നെ അടുത്ത ആഴ്ചക്ക് വിവേണ്ട ഉണ്ടാവില്ല, ഒരു മാസത്തേക്ക്. ഓർത്ത് വെച്ചോ. കൊഞ്ചം കാട്ടോ. ഞാൻ വേട്ടാവളിയിൽ ഒന്ന് ആ നാട്ടുകാരെടുക്കുന്നു. ലൊക്കേഷൻ ജോൺ. ഐ ആം കമ്മിങ് നൈറ്റ്. നോ. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓക്കെ. വിനോദ് ഐ ആം കമ്മിങ് നൈറ്റ് ടൈം. ജമ്മോ ഫുഡ് കഴിച്ചില്ലേ? ഇല്ല, സമയമായിട്ടില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ കഴിക്കും. ബാക്കിൽ ആരാ? ഹായ് വിച്ചേച്ചി. ഹായ്. വേർ ആർ യു ലൊക്കേഷൻ? നിങ്ങളുടെ ഒരു ഫോളോവർ ആണ്. ഓക്കെ. വിവിയുടെ വോയിസ് കേട്ടോ. ഓ, അക്കൗണ്ട് നമ്പർ ഞാൻ 20,000 രൂപ. അപ്പം എടാ വിവിയേട്ടാ, എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് വർഷമായി ചേച്ചി പൈസ മേടിച്ചിട്ട്. ഇപ്പോഴാണ് ചേച്ചി പൈസ തരുന്നത്. എന്തോ അയച്ചു കൊടുക്കട്ടെ. ചെക്കന് വോയിസ് അയച്ചു കൊടുക്കട്ടെ. ഞാൻ ശരിക്കും വോയിസ് അത് കേട്ടില്ലായിരുന്നു ചേച്ചി. അതാ ഞാൻ വിട്ടുതരട്ടെ അക്കൗണ്ട് നമ്പർ.